ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്നുള്ള വിഷയത്തിൻ്റെ 2ാം ഭാഗം പാർട്ട് 2യിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. അപ്പോൾ രക്ഷാപൂർത്തി പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പഴയ നിയമത്തിലെ ഭക്തന്മാർ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഏറ്റവും വലിയതൊന്നും മുൻകരുതി എന്നാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ഒരു വലിയ സബ്ജക്റ്റാണത്. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തി പ്രാപിക്കണം. ചുമ്മാ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പാട്ടും പാടി തുള്ളിച്ചാടി നടന്നാലൊന്നും രക്ഷാപൂർത്തി പ്രാപിക്കാൻ പറ്റത്തില്ല. അതിന് പണിയുണ്ട്. അതിന് ദൈവവചനം അനുസരിച്ച് ജീവിക്കണം സഹോദരങ്ങളെ. ഞാനത് പറയുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ഈ വിലപ്പെട്ട സത്യങ്ങൾ പഠിപ്പിക്കാതെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുകയാണ്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എബ്രായ ലേഖനം 11:33-38-39 വായിക്കണം ഞാൻ വായിക്കുന്നത്. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. വേറൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ ആ രക്ഷാപൂർത്തിയിൽ മാത്രമേ അവിടെ പറയുന്നുള്ളൂ, അവിടെ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അവർ നമ്മെ കൂടാതെ രക്ഷയുടെ പൂർത്തീകരണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കൾ രക്ഷാപൂർത്തി പ്രാപിക്കാന്ന് പറഞ്ഞാൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേൽപ്പോ ജീവനോടിരുന്നാൽ രൂപാന്തരമോ കിട്ടണം. 8 ലക്ഷം 10 ലക്ഷം പേരുടെ സഭയിൽ അംഗമായിരുന്നാലൊന്നും അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധ്യത കുറവാ. കാരണം ആളെ കൂട്ടി കാശുണ്ടാക്കുക എന്നുള്ളതാണ് ഈ മെഗാ ചർച്ചിന്റെ ലക്ഷ്യം. പണ്ട് ക്യാപ്റ്റൻ ഷമോൽ എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസനുണ്ടാകും. അദ്ദേഹം പറഞ്ഞത്, സഭ അനുഗ്രഹീതമായ സഭ ഉപദേശമൊക്കെ പഠിപ്പിച്ച് വിശ്വാസികളെ കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ കൂടട്ടെ, നല്ല കാര്യം, കുഴപ്പമില്ല. ഒരു 50 പേര് വന്നു കഴിയുമ്പോൾ അടുത്ത 50 പേര് ഒരു പ്രാർത്ഥിച്ച് നല്ലൊരു ശുശ്രൂഷനെ ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്ത് അവനെ ആ സഭ ഏൽപ്പിക്കുക. 30, 40, 50 പേരെ വെച്ച് ഉപദേശം പഠിപ്പിച്ച് എനിക്കറിയാം 500 പേര് വരുന്നൊരു സഭ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, 500, 1000 ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഇന്നൊരു സഹോദരൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു, നിനക്ക് അറിയാമോ? എനിക്കറിയില്ല. എന്താ കാര്യം? സിനിമാ തിയേറ്ററിന് ഫസ്റ്റും സെക്കൻഡും തേർഡിനും വരുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുക. ആര് വരുന്നു, ആര് പോകുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പ്രസംഗിക്കുന്നു, ഒരു പിടിയുമില്ല. വരുന്നവരൊക്കെ സ്വോത്രാഴ്ച ഇടുന്നുണ്ട്. ശുശ്രൂഷന്മാർക്കും സഭ നടത്തുന്നവർക്കും കോള്, കാരുണ്യ ലോട്ടറി എന്നും അടിക്കുക. എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും കാരുണ്യ ലോട്ടറി അടിക്കുക. അവർക്ക് ഒരു ബിരുദം പറയാ, ഇവിടെ വരുന്നവർ 500 രൂപ കുറഞ്ഞിടരുതെന്ന്. അവൻ എല്ലാ ഞായറാഴ്ചയും കാരുണ്യ ലോട്ടറി അടിക്കുക. ലക്ഷങ്ങള്. ഇതെന്തോ ഇത്? അപ്പൊ ഇവിടെ മറ്റുള്ളവരാരും ഇല്ലേ സുവിശേഷ വേല ചെയ്യുന്നവര്? മറ്റുള്ളവരാരും ഇല്ലേ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവര്? മറ്റുള്ളവരാരും ഇല്ലേ ഇവിടെ സഭയുടെ ഉപദേശം പറയാൻ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? വേദന കൊണ്ട്, ദുഃഖം കൊണ്ട് കടിച്ചമർത്തി ഞാൻ ചോദിക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആളെ കൂട്ടി കാശുണ്ടാക്കി ഒരു കൂട്ടര് സുഖിച്ചുകൊണ്ടിരിക്കുക എന്ന് ലോക മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുക. പല കമന്റുകളും ഞാൻ കണ്ടിട്ട്, സുവിശേഷ വേലയാണെന്നും പറഞ്ഞ് 4-3 ദിവസം പോയി എവിടെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് ഒരാഴ്ച പഠിക്കും, നൈറ്റ് ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നെ അവിടെ പഠിക്കുന്നു, ഇവിടെ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വാലും മൂലും പഠിച്ചിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് കുറെ ഉപദേശം പറഞ്ഞ് ആളെ കൂട്ടി കാശുണ്ടാക്കുക. കട്ടത മാറ്റുന്നു, കടം മാറുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, ഞെരുക്കം മാറുന്നു, പഠിച്ചിരിക്കുന്ന കുട്ടിക്ക് ജോലി കിട്ടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. കാരണം മറ്റവൻ ഇതിന്റെ പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിത്യജീവനിലേക്ക് ആള് പ്രവേശിക്കാതിരിക്കുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് ആള് പ്രവേശിക്കാതിരിക്കുവാൻ സാത്താൻ അവന്റെ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. കർത്താവിന്റെ വിലപ്പെട്ട ദൈവമക്കൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മളെ കർത്താവ് രക്ഷിച്ചത് ഈ ഭൂമിയിൽ ഐശ്വര്യമായിട്ട് ജീവിച്ച്, സുഖലോലുപന്മാരായിട്ട് ജീവിച്ച്, വല്ല ധനാഢ്യന്മാരായിട്ട് ജീവിച്ച്, വല്ല കോടീശ്വരന്മാരായിട്ട് ജീവിച്ച് സുഖിച്ച് മരിച്ചു പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഈ ഭൂമിയിൽ നിന്നെ ദൈവം വിളിച്ചെങ്കിൽ ഒരു പക്ഷേ നീ ലാസറിനെ പോലെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കാം.
ചിലപ്പോൾ ഉന്മാനം കൊടുക്കാനേ കണ്ടുവന്ന് വന്നേക്കാം. നിന്റെ ഭൗതികമല്ല ദൈവത്തിന് വിഷയം. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കുകയില്ല. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്കും ആവശ്യമായ നന്മകൾ കർത്താവ് തരും. അതിൽ ആവശ്യത്തിലധികം തരുമെന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല. അങ്ങനെ പ്രസംഗിച്ച പോയി. ഹല്ലേലൂയ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പീൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകും. പൗലോസ് പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ വ്യക്തിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നോ? 2 കപ്പലുടമയുടെയും 3-4 PhD ബിരുദത്തിൻ്റെയും ഒക്കെ ആളായിരുന്നില്ലേ? കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എന്തോ പറ്റി? പുള്ളി എന്തോ ചെയ്തു? വായിച്ച് പഠിക്കുക. എന്തോ ചെയ്തു അവര്? ഹല്ലേലൂയ. അവൻ്റെ ബയോഡേറ്റ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഫിലിപ്പിയർ 3:5. 8-ാം നാളിൽ പരിശോധനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രാഹിം ജനിച്ച ഇബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് അനിന്യൻ, റോമ പൗരൻ, ഒരു കോടീശ്വരൻ, 2-3 PhD ബിരുദമുള്ളവൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴെല്ലാം ഛേദമെന്നെണ്ണുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അപ്പോസ്തലനായ പൗലൂസിൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ പദവികളും സ്ഥാനമാനങ്ങളും അറിവും കഴിവും പ്രാപ്തിയുമെല്ലാം ഛേദമെന്നെണ്ണി ഒരു പൊട്ടനെ പോലെ താൻ ജീവിച്ചു. പൊട്ടനാണെന്ന് തോന്നിയ പൊട്ടനല്ല, ബുദ്ധിമാനായിരുന്നു പൗലൂസ്. കർത്താവിൽ പ്രതി, ദൈവരാജ്യത്തിൽ പ്രതി ഇതൊക്കെ ഛേദമെന്നെണ്ണി. ഇത് പലർക്കും പറ്റുന്നില്ല. നിത്യജീവന് വേണ്ടി യേശുവിൻ്റെ പുറകെ വന്ന ഒരുത്തനോട് പറഞ്ഞു വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് പിന്നാലെ അവന് മനസ്സില്ല, ദുഃഖത്തോടെ പോയി. ആരാ കുഴപ്പക്കാര്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, സുവിശേഷം കയ്യിലെടുത്തവൻ അവൻ ധനസമ്പാദത്തിന് വേണ്ടിയല്ല അവൻ പിന്നെ പ്രവർത്തിക്കേണ്ടത്. അവൻ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ്, സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ് പിന്നെ അവൻ പ്രവർത്തിക്കേണ്ടത്. ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലൂസിൻ്റെ അനുകാരികളാകുവാൻ പൗലൂസ് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പൗലൂസ് എന്താ പ്രസംഗിച്ചത്? പൗലൂസ് എന്താ ചെയ്തത്? പൗലൂസിന്റെ പ്രബോധനം എങ്ങനെ? പൗലൂസിന്റെ ഉപദേശം എങ്ങനെ? പൗലൂസിന്റെ ജീവിത രീതി എങ്ങനെ? അതല്ലേ നമ്മൾ അനുകരിക്കേണ്ടത്? അല്ല, ഇന്ന് കാണുന്ന കോടീശ്വരന്മാരാണ് അനുകരിക്കേണ്ടത്. കാശിന് പോക്കില്ലാത്തവൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കാശ് വന്നു. വിദേശയാത്രകൾ പലതും ചെയ്തു ലോകം മുഴുവൻ ചുറ്റി സഞ്ചി. ഇന്ന് 2 പേരിരുന്ന് പറയണ്ടായി, ലോകത്തിലെ ഭൂമിയുടെ വൻകര മുഴുവൻ പ്രസംഗിച്ചു തൊലച്ചെന്ന്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അവർ പ്രസംഗിച്ച് എന്ത് നേട്ടമുണ്ടായി? ഭൂമിയുടെ 5 വൻകരകളിൽ പോയി പ്രസംഗിച്ചിട്ട് ജനത്തിന് എന്ത് നേട്ടമുണ്ടായി? ആത്മീയമായി എന്ത് നേട്ടമുണ്ടായി? എൻ്റെ ചോദ്യമാണ്. ഒരു സാധു ഉപദേശി ഇരുന്നിട്ട് ചോദിക്കുക, എന്ത് നേട്ടമുണ്ടായി ജനത്തിന്? സകല വനത്തിലും പരിജ്ഞാനത്തിൽ അവർ സമ്പന്നരായോ? വിശ്വാസത്തിൽ അവർ സമ്പന്നരായോ? സന്തോഷ സമൃദ്ധി, ആത്മീയ സന്തോഷ സമൃദ്ധി അവർക്ക് കിട്ടിയോ? ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകപൂർണ്ണ സമ്പത്ത് അവർക്ക് കിട്ടിയോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിക്ഷേപമായിട്ട് അവരുടെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്തോ? പ്രാപിച്ചെടുത്തോ? അവരെ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി അവർക്ക് കിട്ടിയോ? പ്രത്യാശയുടെ സമൃദ്ധി അവർക്കുണ്ടായോ? രൂപാന്തര ശരീരം കിട്ടുമെന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായോ? പുതിയ ആകാശം പുതിയ ഭൂമി അവർ കിട്ടുമെന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായോ? 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കാമെന്നൊരു പ്രത്യാശ അവർക്കുണ്ടായോ? എവിടെ ഉണ്ടായി? ആർക്കുണ്ടായി? എന്തുണ്ടായി? ഞങ്ങൾക്കറിയാമെന്ന് ഇതൊക്കെ. വലിയ വലിയ മഹാ ചർച്ചിലെ വിശ്വാസികളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. തെക്കും വടക്കും അറിയത്തില്ല ഇവർക്ക്. ഇന്റർനാഷണൽ ചർച്ചൊന്നും ഞാൻ പറയുന്നില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സഹോദരൻ ഒരിക്കൽ ഒരു കൂട്ടായ്മയിൽ വന്നു, അവിടെ വന്നിരുന്ന് പ്രസംഗിക്കുക. അംബാനിയെ ദൈവം അനുഗ്രഹിച്ചില്ലേ, അവരെ അനുഗ്രഹിച്ചില്ലേ, ഇവരെ അനുഗ്രഹിച്ച്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പി ജി വർഗീസ് അല്ല, സോറി, വർഗീസ് പാസ്റ്റർ, ബാംഗ്ലൂർ.
PG വർഗീസ്, MA വർഗീസ് ഒന്നും നമ്മുടെ ലിസ്റ്റിലില്ല. അതൊക്കെ ലിസ്റ്റിൽ കിടക്കാത്തവരാ. ഔട്ട് ഓഫ് ഓർഡറാണ് അവർ ഔട്ട് ഓഫ് ഓർഡർ തന്നെയാ. സുവിശേഷ ഗോളം മുഴുവൻ വികൃതമാക്കി, വികലമാക്കി, എന്താ പറയുക, കോമാളിത്തരങ്ങൾ കാട്ടി മുമ്പോട്ട് പോകുന്നവരാ അവരൊക്കെ, നല്ലൊരു ശതമാനം. എനിക്ക് അവരോട് ദേഷ്യവും പണക്കമൊന്നുമില്ല, എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. നിങ്ങൾ സുവിശേഷ വേല കൊണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജനത്തെ നരകത്തിൽ തള്ളിക്കളയല്ലേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട് അവരോട്. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടവർ കടലും കരയും കിടന്നൊരുത്തനെ നേടിയിട്ട് മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച് നരകത്തിന് യോഗ്യനാക്കി തീർത്തെന്ന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ശുശ്രൂഷ ചെയ്ത് 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 ജനത്തെ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരായി തീർക്കല്ലേ എൻ്റെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ. അത് സങ്കടമാണ്, ദുഃഖമാണ്. നിങ്ങൾക്ക് യഥാർത്ഥ ദൈവവചനം ജനത്തിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് നിർത്തിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പണിക്ക് പോകാൻ നല്ലത്. ദൈവമാക്കി വെച്ചവരുണ്ട്, അവരോട് പ്രസംഗിച്ചോളും. ഹല്ലേലൂയ. ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്ന ശുശ്രൂഷകളാണ് ഇന്ന് ആഗോള വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് സങ്കടത്തോടെ, ദുഃഖത്തോടെ പറയട്ടെ. എനിക്ക് അവരുടെ ദേഷ്യവും പകയും പിണക്കമൊന്നുമില്ല. കാരണം അവരറിയാതെ അവരിലൂടെ പിശാചിന്റെ ശക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്. സ്വർഗത്തിലേക്ക് ഉള്ള വഴികാട്ടികളാണ് കർത്താവിൻ്റെ ദാസന്മാരെ. യേശുക്രിസ്തുവാണ് സ്വർഗത്തെ രാജ്യത്തിലേക്ക് പോകുന്ന ഉപദേശം നമുക്ക് തന്നത്. ആ ഉപദേശം അവരെ പഠിപ്പിച്ച് ആ സ്വർഗീയ അനുഭവത്തിലാക്കി തീർക്കാനാണ് നമ്മളെ. അവരുടെ ഭൗതിക അനുഗ്രഹങ്ങളും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. അവർ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുമ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ഒരു വിചാരപ്പെടേണ്ട. ഒരു സ്വർഗീയ പിതാവ് പുത്രന്, ഒരു മകന് ചെയ്തു കൊടുക്കേണ്ടത് പോലെ പിതാവ് അത് ചെയ്തു കൊടുത്തോളും. നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട. പലസ്തീൻ നാട്ടിലെ നിരക്ഷര പക്ഷികളായ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് വിചാരപ്പെടേണ്ട. ആദിയിൽ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കത് നൽകപ്പെടും, നിങ്ങൾക്കത് കൂട്ടിച്ചേർക്കപ്പെടും, നിങ്ങൾക്കത് കൂട്ടിച്ചേർത്ത് തരും. അതിനോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. അവരുടെ മക്കളുടെ ജോലിയോ അവരുടെ ബിസിനസ്സിൻ്റെ തകർച്ചയോ ഇതോർത്ത് നിങ്ങൾ ഭാരപ്പെടണം. നിങ്ങളത് അവരുടെ തകർച്ചകളും അവരുടെ ജീവിത രീതികളും ഒക്കെ എന്താ പറയുക, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തുള്ള ക്രൈസിസുകളെ നിങ്ങൾ എന്ത് ചെയ്യൂ, വചനത്തിലൂടെ എടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കും, നന്മ തരും, വിടുതൽ തരും എന്ന് പറഞ്ഞ് അവരെ ആ ഭൗതിക വിടുതലിലേക്ക് നടത്തി. അവിടെ ആ സാത്താൻ്റെ കളി. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളാണത്. ഭൗതികം കൊടുത്തു കഴിയുമ്പോൾ ആ ഭൗതികത്തിൻ്റെ ദേവനായ അനീതിയുള്ള മാമോൻ, പിന്നെ അവർ മാമോൻ്റെ ആൾക്കാരാകും. പിന്നെ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാകത്തില്ല. എന്ത് പറഞ്ഞാലും അവരുടെ തലയിലോട്ട് കയറത്തില്ല. പിന്നെ അതതിൻ്റെ കാര്യം. ഹല്ലേലൂയ. എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ വന്നില്ല ഇതുവരെ. ഹല്ലേലൂയ. ഞാൻ അതിലേക്കൊന്ന് വരാം. ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിപ്പില്ലെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ 3:17 സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറുക്കൊള്ളി. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് കരഞ്ഞുകൊണ്ടും പറയുന്നു. ക്രൂശിൻ്റെ ശത്രുക്കൾ, ദ എനിമി ഓഫ് ക്രൈസ്റ്റ് ക്രോസ്. ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാണ്? ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ നമുക്കൊന്ന് പഠിക്കണ്ടേ? എങ്ങനെ പഠിക്കണം? വേദപുസ്തകത്തിലൂടെ പഠിക്കണമെന്നേ. വല്ലവരുടെ അഭിപ്രായം കേട്ടാണോ പഠിക്കുന്നത്? കർത്താവ് എന്ത് പറഞ്ഞു? അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു? വിശുദ്ധ പ്രവാചകന്മാർ എന്ത് പറഞ്ഞു? ക്രൂശിൻ്റെ ശത്രുക്കൾ. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. യിരെമ്യാ പ്രവചനം. ക്രൂശിൻ്റെ ശത്രുക്കൾ. ലഘു ചികിത്സ നടത്തുക. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനത്തിൽ സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നവനെ എന്ത് ചെയ്തു? പിശാചിൻ്റെ കയ്യിലേൽപ്പിച്ചു. ഇന്നോ അവൻ സ്വൈര്യമായി വിലഹിക്കുക. ഒരു കുഴപ്പമില്ല അവന് സഭയിൽ ചെന്ന സെക്രട്ടറി സ്ഥാനം, എന്ത് സ്ഥാനം വേണമെങ്കിലും കൊടുക്കാൻ പാസ്റ്റർമാർ കിടപ്പുണ്ട് ഇവിടെ. കാരണം അവൻ്റെ കയ്യിൽ ജോർജ് കുട്ടിയുണ്ട്, പൈസയുണ്ട്. അത് ആ രീതിയിലേക്ക് നമ്മൾ അതപ്പതിച്ചില്ലേ? പൗലോസ് അവനെ ചവിട്ടി പുറത്താക്കിയില്ലേ സഭയിൽ നിന്ന്? അവന് സാത്താൻ്റെ കയ്യിലേൽപ്പിച്ചില്ലേ? അങ്ങനെയുള്ള ശുശ്രൂഷന്മാരുണ്ടോ? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നവളെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ.
യെരൂശലേം ദേവാലയം കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും ചതിയെന്ന് ചതി കണ്ട് കർത്താവ് മനസ്സിൽ ഹൃദയത്തിൽ വേദനപ്പെട്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് അവിടെയുള്ള കള്ളക്കച്ചവടത്തിനെ മുഴുവൻ ഓടിച്ചു വിട്ടില്ല. ചരിത്ര സുവിശേഷത്തിലില്ലേ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. ആ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പാപത്തിനെതിരെ നോ കോംപ്രമൈസ്. പൈസ കൊള്ളാൻ പാപം ചെയ്താലും, ഓട്ടോറിക്ഷക്കാരൻ ഓടിക്കുന്നവൻ പാപം ചെയ്താലും പുറത്ത് അടിച്ച് പുറത്താക്കുക എന്നുള്ളതല്ല, അവനെ മാറ്റിയിരുത്തുക. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വരുന്നവരെ അവന് മാനസാന്തരത്തിന് അവസരം കൊടുക്കുക. പിശാച് അവനെ ഇട്ട് ഉരുട്ടി 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 ഉരുട്ടി. കാരണം പൗലോസ് പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്ന് പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പാസ്റ്റർമാരില്ല, അതിനുള്ള അധികാരമുള്ളവരും ഇല്ല, അതിനെ ഏൽപ്പിക്കുന്നുമില്ല. കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ പൈസയല്ലേ. അച്ചായൻ പാപം ചെയ്ത് അച്ചായൻ കോടീശ്വരനാണെന്നേ, എങ്ങനെ പിശാചിനെ ഏൽപ്പിക്കുന്നേ? ഇവിടെയാണ് നമുക്ക് മൂല്യച്യുതി വന്നത്. ഇത്രയ്ക്കോ നിലം വിറ്റതെന്ന് ചോദിക്കാൻ പൗലോസ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്ത പത്രോസ്, ഇത്രയ്ക്കോ നിലം വിറ്റതെന്ന് ചോദിച്ചപ്പോൾ, അതെ ഇത്രയ്ക്കോ നിലം വിറ്റത് ശരി, നിന്റെ കെട്ടിയാനെ കൊണ്ടുപോയവൻ്റെ കാലിൽ അവിടെ നിപ്പുണ്ട്, അവർ നിന്നെയും കൊണ്ടുപോകും. ഇന്നാണെങ്കിലോ അവൻ്റെ ഒന്ന് കോഴ മേടിച്ച് ആ സഹോദരിയുടെ ഒന്ന് കോഴ മേടിച്ച് എന്ത് ചെയ്യുക? ആ കുഴപ്പമൊന്നുമില്ല, ഇരുന്നോളാൻ പറയും. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തലന്മാരുടെ ആ കാലഘട്ടത്തിലേക്കും ആ ഉപദേശത്തിലേക്കും ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്കും പുതിയ നിയമസഭ മടങ്ങി വരണം. ഒരെണ്ണം കാണത്തില്ല അല്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പോകാൻ. തീർത്തും പറയുക ഞാൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പോകാൻ ആള് കാണത്തില്ല. ഇത് രണ്ട് മഹാന്മാരിരുന്ന് സംസാരിക്കുന്നു. അതിലൊരു മഹാൻ പറയാം മറ്റേ മഹാനോട് ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ്, ഉടനെ പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാം അതാ ശരി. പുള്ളി പറഞ്ഞ മഹാ പൊട്ടത്തരവാ. ഈ പുള്ളിക്ക് ആ പൊട്ടത്തരം സ്വീകാര്യമായി. എന്നാ പറയുന്ന പാസ്റ്റർ അതെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? വചനം പറയുന്നതല്ലേ ശരി, ഇവർ പറയുന്നതാണോ ശരി? ഇതാണ് എനിക്ക് വേദനയായി തോന്നുന്ന വിഷയം. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിന് അഭിപ്രായം പറയരുത്, ദൈവവചനത്തിലേക്ക് വരിക. ഉപദേശം കൊണ്ട് വിശ്വാസികളെ നന്നാക്കുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും വിശ്വാസി നന്നാകത്തില്ല. ഇവിടെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് കരഞ്ഞും കൊണ്ട് പറയുന്നു. എന്താണ് ക്രൂശിന്റെ ശത്രുക്കളുടെ നിലവാരം? നമുക്കൊന്ന് പഠിക്കാം. ഹല്ലേലൂയ. ലജ്ജയായതിൽ അല്ല, അവരുടെ ദൈവം വയറ്. ഒന്നാമത് അവരുടെ ദൈവം വയറ്, അതായത് ഭൗതികം. ഇന്നും അത് തന്നെയാണല്ലോ. അവരുടെ ദൈവം വയറ്, ഉപജീവന മാർഗം, സംഘടന വർദ്ധിപ്പിക്കുക, ആളെ വർദ്ധിപ്പിക്കുക, പ്രസ്ഥാനം വർദ്ധിപ്പിക്കുക, വലിയ മെഗാ ചർച്ചായിട്ട് കാണിക്കുക. അപ്പോസ്തലന്മാരുടെ കാലത്ത് എത്ര മെഗാ ചർച്ച ഉണ്ടായിരുന്നു? കുറെ പോപ്പുലേഷൻ കുറവാ. ആയിക്കോട്ടെ, 12 പേര് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവർ അഭിഷേകം പ്രാപിച്ചവരല്ല. ഈ അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം കൂടി ഭയങ്കര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. പൗലോസ് തല്ലിപ്പൊളിച്ചിട്ട് പറഞ്ഞു അഭിഷേകം പ്രാപിച്ചവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് അവരെ നടത്തി. ഈ ഇടയ്ക്കൊരു പാസ് പറയുന്നുണ്ട്, ഈ 12 പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഇന്നത്തെ സഭകൾ മുഴുവൻ ചെയ്യുന്നത്. അഭിഷേകം മുഴുവൻ നഷ്ടപ്പെടുത്തി ഒന്നുകിൽ അഭിഷേകം ഇല്ലാത്തവരായിട്ടോ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുക. കള്ളത്തരങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും. ഹല്ലേലൂയ. ഇത് നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? നമുക്ക് കർത്താവിൻ്റെ വരവിൽ പോകണ്ടേ? 3/4 നാഴിക ജീവിതം എവിടെയുള്ളൂ? 70 80 സംവത്സരം. അത് കഴിഞ്ഞ് എവിടെ പോയി ജീവിക്കും? സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ അഗ്നി നരകത്തിൽ പോയി കിടക്കാതിരിക്കാനാണ് ഞാൻ ഈ കണ്ഠക്ഷോഭം ചെയ്യുന്നത്. ആരെയും വെറുപ്പിക്കാനും പിണക്കാനും വിദ്വേഷം വാങ്ങാനും ശത്രുതാ നിലവാരങ്ങൾ പ്രാപിക്കാനും ഒന്നുമല്ല. നിങ്ങളുടെ ശത്രുവായി തീരാനല്ല എൻ്റെ ആഗ്രഹം. എനിക്കൊരൊറ്റ ശത്രുവുള്ളൂ, അത് ഉട്ട പിശാചി അവരുടെ സംഘങ്ങളുമാണ്. ബാക്കിയെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. അനുസരണം കെട്ട സഹോദരങ്ങൾ, കുരുത്തം കെട്ട സഹോദരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സുവിശേഷം വിറ്റ് തിന്നുമ്പോൾ പിന്നെ കുരുത്തക്കേടെന്നല്ലാതെ എന്താ പറയുന്നേ? നിങ്ങൾ പറ, പിന്നെ എന്താ പറയണ്ടേ? പണം ഉണ്ടാക്കാനുള്ളതാണോ ഇത്? ഈ വചനം ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാനുള്ളതല്ലേ ഈ വചനം? ആരെങ്കിലും എന്തെങ്കിലും തരുന്നു, ഒരു സ്വത്രാഴ്ചയായിട്ട് തരുന്നു, വാങ്ങിച്ചോ, കുഴപ്പമില്ല.
പാസ്റ്ററുടെ പ്രവർത്തനത്തിനായിട്ട് ഞാൻ എന്തെങ്കിലും ഇത് തരുന്ന, ഓ സന്തോഷം. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ആരും ഒന്നും തരത്തില്ല, ആരും തരണ്ട. നിങ്ങൾ തന്നിട്ടല്ലല്ലോ ഞങ്ങൾ ജീവിക്കണേ. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. ദൈവം അതിനു വേണ്ടുന്ന വഴികൾ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നുവരെ അങ്ങനെ തന്നെ, നാളെ അങ്ങനെ തന്നെ ആയിരിക്കും, മരിക്കുന്നവരങ്ങനെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അതിൻ്റെ വാക്യം ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വായിക്കാൻ പ്രേരണ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് വായിക്കാം. അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലിയ ആദായസൂത്രമാകുന്നതാനും ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല ഭോഗക്കിരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോട്, വിട്ടോട്, വിട്ടോട്. വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാചനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും പെന്തിയോസ് പീലോത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കണ്ടോ, പൗലോസ് തിമോഥെയോസിന് കൊടുത്തത് ഇതാ. ഇത് പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ, കാരണം മുഴുവൻ ദ്രവ്യാഗ്രഹികളായില്ലേ. പിന്നെ എങ്ങനെ ദ്രവ്യാഗ്രഹം ഉള്ളി വെച്ചോണ്ട് ഇതെങ്ങനെ പ്രസംഗിക്കണേ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് തൃപ്തിപ്പെടുന്ന എത്ര സുവിശേഷ വേലക്കാരുണ്ട്. ബാംഗ്ലൂരിലൊക്കെ ഓരോ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഇറക്കണമെന്ന് പറഞ്ഞിരിക്കുക ഒരാൾ വീടിൻ്റെ ഹോളിൻ്റെ മുകളിൽ. ഞാൻ 8 ലക്ഷം പേരുണ്ട്. ഇന്നും അവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 6-7 മിഷൻ വെച്ച് കാശ് എണ്ണിക്കൊണ്ടിരിക്കുക. അത് അവരുടെ ശുശ്രൂഷ. അവിടെ ചപ്പൻ ചവറും പറഞ്ഞ് വിശ്വാസികളെ കൂട്ടി വരുത്തി പൈസ ഉണ്ടാക്കിയ പൈസ എണ്ണലാണ് അവരുടെ ശുശ്രൂഷ. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ മിഷനുകൾ മേടിച്ച് വിട്ടിട്ട് പൈസ എണ്ണിക്കൊണ്ടിരിക്കുക. പണ്ട് 10, 40, 50 വർഷത്തിന് മുമ്പ് സ്വത്രാഴ്ച കിട്ടിയത് പിച്ചക്കാശും ഇപ്പൊ കിട്ടുന്നത് ദൈവം കൊടുത്തത്. തെറ്റിപ്പോയി, തെറ്റിപ്പോയി പാസ്റ്റർ, തെറ്റിപ്പോയി. അടിസ്ഥാനപരമായിട്ട് തെറ്റിക്കിടക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് മടങ്ങി വാ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. പൗലൂസൊക്കെ വേല ചെയ്താൽ ജീവിച്ച്, അതുപോലെ വേല ചെയ്ത് ജീവിക്കുക. കൈകൊണ്ട് അധ്വാനിച്ചത് കൊണ്ട് ഭക്ഷിക്കുന്ന അതാ നല്ലത്. വെറുതെ ഭക്ഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, അത് വല്ലതൊക്കെ വിളിച്ചു പറയും. ഒരു സാധാരണ ഒരു നോർമലി എക്കണോമി ആയിരുന്നവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പോഷത്രവും വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറയത്തില്ല. മനസ്സിലായോ? എനിക്ക് വലിയ വേദനയുണ്ട്. 10-30 വർഷം മുമ്പൊക്കെ, 40-50 വർഷം മുമ്പ് ഞാൻ 10 രൂപയ്ക്ക് അധ്വാനിച്ചാണ് ഒരു ദിവസം. 10 രൂപയ്ക്ക് അധ്വാനിച്ച് എത്ര രൂപ സ്വത്രാഴ്ച കൊണ്ടുള്ള? 1 രൂപ. ഇന്നോ ഉപദേശി പറയാം 500 രൂപ കുറഞ്ഞിടാത്ത ഇങ്ങോട്ട് വരണ്ടെന്ന്. കടം മേടിച്ചെങ്കിൽ 500 രൂപ ഇടും. അവൻ്റെ ഈ ചപ്പും ചവറും കേൾക്കാൻ. അവൻ കാശുണ്ടാക്കുകയും ചെയ്യും, ഇവൻ ഒന്നുകൊന്നുക താഴോട്ടും പോകും. പട്ടിണിയും പട്ടിണിയുടെ പട്ടിണിയായി മാറും. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുരുപദേശം പറയുന്നവന് കൊടുക്കുന്നതിനാണോ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നത്? ദൈവവചനത്തെ കോട്ടി പറഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് പ്രസംഗിക്കുന്നവർ കൊടുക്കുന്ന കർത്താവിന് കൊടുക്കുന്നവരാണോ? അല്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർക്കാണ് കൊടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ വേലയ്ക്കാകുന്നത്. വേലയുടെ വിവിധ തലങ്ങളുണ്ട്. പാവം പിടിച്ചവർക്ക് കൊടുക്കുക, മുറിവേറ്റെടുക്കുന്നവർക്ക് കൊടുക്കുക, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് കൊടുക്കുക. തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞ് കാശ് മേടിച്ചെടുക്കുക. ഓള് പണിയാനുണ്ട്, കൊച്ചിന് ഫീസ് കൊടുക്കാനുണ്ട്, അവിടെ അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് പാസ്റ്റർമാർ എന്തൊക്കെ പറഞ്ഞ പിരിവടത്തുന്നേ. കൊച്ചിന് MBA പഠിക്കണമെങ്കിൽ വിശ്വാസികളാണ് കാശ് കൊടുക്കേണ്ടത്. നിന്നോട് ആറ് പറഞ്ഞ് MBA പഠിപ്പിക്കാൻ കാശില്ലെങ്കിൽ? MBBS അതുപോലെ ഒരു വലിയ വലിയ ഹയർ ഡിഗ്രിക്കൊക്കെ പഠിപ്പിച്ചിട്ട് വഴിനീളെ തെണ്ടി നടക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. എന്ത് ലജ്ജാവഹം! നിന്നെ ഓർത്ത് ആത്മീയ ഗോളം തലകുനിക്കുക.
നമ്മുടെ കഴിവിനുള്ള പഠിപ്പിക്കൽ നമ്മൾ പഠിപ്പിച്ചാൽ മതി. പഠിപ്പിച്ച് സാത്താൻ്റെ സേവകരായി തീരുകയല്ലേ കുട്ടികളെ. തിരുവല്ലയിൽ ഒരു പാസ്റ്ററുടെ 2 മക്കൾ സൈറ്റാൻ വേർഷിപ്പിൽ ലീഡർഷിപ്പ് ചെയ്യുന്നു എന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഇന്നും ആ വേദന മാറിയിട്ടില്ല. ആരാണതിന് ഉത്തരവാദി? ഞങ്ങളുടെ പപ്പ ശരിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദനകളെല്ലാം കടിച്ചമർത്തിയിട്ടാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കൾ, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ ദൈവം വയറ്, ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിൻ്റെ ശത്രുക്കളുടെ പ്രധാന ലക്ഷണം എന്താണ്? ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകം നമ്മൾ എടുത്ത് പഠിക്കണം ഈ ഭാഗം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലെ 17, 18, 19 വാക്യങ്ങൾ. അവരുടെ ദൈവം വയറ്. 1 ദൈവം വയറ്, 2 ലജ്ജ ആയതിൽ മാനം തോന്നുന്നു, 3 അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. സ്വർഗീയ കാര്യങ്ങളൊന്നും അവർക്ക് ചിന്തിക്കാനില്ല. ഇവിടുത്തെ കൺവെൻഷൻ നടത്തലെ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കൺവെൻഷൻ നടത്തല് ഇപ്പൊ പിന്നെ സഭകൾ മത്സരിച്ച് നടത്തുക. ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങളും മത്സരിച്ച് ഞങ്ങളുടെ ആണ് കൺവെൻഷൻ പലതും, ഞങ്ങളുടെ ആണ് നില. നല്ല കാര്യമാണ്, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് PG വർഗീസിനെ തുള്ളിക്കാൻ വേണ്ടി ഒരു പാസ്റ്റർ ഒരവസരം ഒരുക്കി കൊടുത്തപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. കാരണം ബോധമില്ലാതെ കിടക്കുന്ന, കോമാളിത്തരം കാണിക്കുന്ന പാസ്റ്റർമാരെയൊക്കെ ഉപദേശം പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വേലക്കാരാക്കി നിർത്തണ്ടേ? അല്ല, കറതീർന്ന വേലക്കാരായി. ഞാൻ പറയുന്നത് പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പഥ്യവചനമാണ്, പഥ്യോപദേശമാണ്. അത് തന്നെ സഭയിൽ പ്രസംഗിക്കണം. ഒന്നാമത്തെ സഭ പ്രവൃത്തി 2 പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുമ്പോട്ട് വന്ന ഒരു കൂട്ടം ജനം, ആത്മനിറവിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടുവന്ന ഒരു കൂട്ടം ജനം 3000 പേർ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അതാണ് പുതിയ നിയമസഭ. ലോകത്തുള്ള ഏത് സഭയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മയായിരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ആ ഉപദേശത്തിൽ കൂടി അല്ലാതെ ആത്മീകമായി ജനത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ശത്രു അവരെ തകർത്ത് പപ്പടം പോലെ പൊടിച്ചു കളയും. അതാണ് ഇന്നത്തെ വിശ്വാസി മുഴുവൻ നശിച്ചു കിടക്കുന്നതിൻ്റെ കാരണം. ക്രിസ്തുവിൻ്റെ ഉപദേശം അവർക്ക് കിട്ടുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ കിടക്കും. അവരെന്താ ചെയ്യുന്നത്? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ, കൊടിയ ചെന്നായ്ക്കൾ. ഗലാത്യർ 1:6 ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഓ, ഏറ്റവും ഭയപ്പെടുന്നൊരു വാക്യം. ഞാൻ ആ ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർമാരെ, നമ്മളാരും ശപിക്കപ്പെട്ടവരായി തീരരുത്. എങ്ങനെ തീരും? പോസ്റ്റർമാർ പറഞ്ഞു വെച്ച ഉപദേശത്തിൻ്റെ വരവണ്ണം തെറ്റി നാം പഠിപ്പിച്ചാൽ നമ്മൾ ശാപഗ്രസ്തരാകും. ആ ശാപം അഴിച്ചുവിടാൻ ഒരു വ്യക്തിയും ഉണ്ടാകത്തില്ല, യാതൊരു സംശയവുമില്ല. അപ്പോസ്തലന്മാരെ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിച്ച് കൊള്ളുക. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളുടെ വാക്ക് കേൾക്കാത്തവൻ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം തള്ളിയാൽ നമ്മൾ കർത്താവിനെ തള്ളുന്നു, പിതാവിനെ തള്ളുന്നു. പിന്നെ നമുക്ക് രക്ഷയില്ല. ഇതെത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ഒരു അച്ചായൻ തൃശ്ശൂരിലുണ്ട്. അച്ചായൻ ഇത് കേൾക്കുന്നെങ്കിൽ കേട്ടിരിക്കെങ്കിലും മാനസാന്തരപ്പെടട്ടെ. 2000 വർഷം മുമ്പ് കർത്താവ് വഴി ഭൂമി വന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി. ആ രക്ഷയുടെ സന്ദേശം, ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, ആ ഉപദേശം, സത്യങ്ങൾ, അത് അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ചത്. അവർ പറയുന്നത് കേട്ടോണം. അവർ പറയുന്ന വരവെണ്ണം തെറ്റിക്കരുത്. കാരണം അവരെ ആ ഉപദേശം ഭരമേൽപ്പിച്ചത് നമ്മളെ അല്ല. നമ്മളത് മനസ്സിലാക്കണം നന്നായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാ? ദൈവം വയറ്, ലജ്ജ ആയതിൽ മാനം തോന്നുന്നു, ഉപജീവനത്തിന് വേണ്ടി പുസ്തകം എടുത്ത് നടക്കുന്നവരെ.
അവരുടെ ദൈവം വയറ്റിപ്പഴപ്പിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നവരെ, ലജ്ജയായതിൽ മാനം, ഏത് ദുരുപദേശവും ഏത് കോമാളിത്തരം കാണിക്കാനും ഒരു ലജ്ജയില്ലാത്തവർ, അതിൽ മാനം കണ്ടെത്തുന്നവർ. വരപരമേശ ഡിസ്കോ ഡാൻസ് ആടിയിട്ട് പറയാണ്, ഞാൻ ദൈവസന്നിധിയിൽ കൊടുന്ന് തുള്ളുകയാണ്. അതിന് ദാവീദിനെ കൂട്ടുപിടിക്കുക. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ച് വസ്ത്രം ഇട്ടുകൊണ്ട് നൃത്തം ചെയ്തെന്ന് യഹോവയുടെ സന്നിധി. അതേ ദാവീദിന്റെ കാലഘട്ടത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇത്ര വിവരക്കേട് വിളിച്ചു പറയാൻ എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പുതിയ നിയമസഭയാ. ദാവീദ് ഉലാവാൻ പോയി, അതുപോലെ നീയും പോവോ ഉലാവാൻ? ദാവീദ് വാളെടുത്ത് യുദ്ധം ചെയ്തു, നീയും പോവോ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ? ഏതാ പ്രമാണം? ഇത്ര സുബോധം നഷ്ടപ്പെട്ട ഒരു വർഗമായി നമ്മുടെ ശുശ്രൂഷകന്മാർ അനേകർ തീർന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യമല്ല, എനിക്ക് സങ്കടം. ഞാൻ കരയുകയായിരുന്നു. ദൈവസേനയിൽ എൻ്റെ ഹൃദയം തകരുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, ഞാൻ ഒരു എളിയ ശുശ്രൂഷകനാ, മാന്യമായി ജോലി ചെയ്തുകൊണ്ടിരുന്നവനാ. എന്നോട് പറയും നിർത്ത ജോലി. ഇവിടെ വന്നു കർത്താവിൻ്റെ വിലപ്പെട്ട കുറെ ദാസന്മാരെ എനിക്ക് ഗുരുക്കന്മാരായിട്ട് കിട്ടി. ആദ്യമ പിതാക്കന്മാരെ. ഇന്നത്തെ വലിയ പ്രസ്ഥാനത്തിൽ ശക്തിയേറിയ നിലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റർ സി ജോർജ് ശവണിക്കാമണ്ണിൽ, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. 10-25 വർഷം ഈ ഡോക്ടർമാരുടെ റവറന്റുമാരുടെയും ചപ്പും ചവറും കേട്ടിട്ട് നടന്ന എനിക്ക് പഥ്യവചനം, പഥ്യോപദേശം ആ മാന്യനായ വ്യക്തി പറഞ്ഞു തന്നപ്പോൾ എനിക്ക് സ്വർഗം ആ ഉപദേശം വെളിപ്പെടുത്തി തരികയായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുക്ക് സഹോദരാ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഞാൻ അതിന് ചെവി കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമായി മാറി. പ്യൂർ വചനത്തിലേക്ക് ഞാൻ വരാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത് പിടിച്ചു പറയുന്നത്? അവരുടെ ദൈവം വയറ്, ലജ്ജയായാൽ അവർക്ക് മാനം തോന്നുന്നു. ഏത് കോമാളിത്തരം കാണിച്ചിട്ടും അത് മാന്യതയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ലജ്ജയായാലും അവർക്ക് മാന്യം തോന്നുന്നു. അടുത്ത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങളല്ല അവർ ചിന്തിക്കുന്നത്, ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. ഭൂമിയിലുള്ള ഭൗതിക കാര്യങ്ങൾ. പുറത്ത് മഴ പെയ്യുക, സാരമില്ല, ഞാൻ കൺക്ലൂഷൻ ചെയ്യാൻ പോവാ. ഇച്ചിരി ഡിസ്റ്റർബൻസ് കൊണ്ടാകും, നിങ്ങൾ ദൈവനാമത്തിൽ ക്ഷമിച്ചേക്കണം. ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എങ്ങനെ? ലോകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെ ലോകത്തിലെ കാര്യങ്ങൾ. ഇവിടെ ഒരു സിനിമ നടന്നു, ഒരു സിനിമ ഉണ്ടാക്കി ഇവിടുത്തെ സിനിമ ഫീൽഡിലുള്ളവരില്ല. ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുക. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു. അതാ വാക്യം. ആരാ ലൗകികന്മാര്? പാസ്റ്റർമാര്. അവർ പിന്നെ ദൈവവചനം സംസാരിക്കുന്നു, പിന്നെ അവര് വചനം സംസാരിക്കാതെ അവർ ആത്മാവിൽ സംസാരിക്കത്തില്ലല്ലോ, അവർക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ പറയാം. ലോകത്തിലെ കാര്യങ്ങളല്ലേ അവർ പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഞാൻ ആ വാക്യം വായിച്ചു തരാം. 4:6. 1 യോഹന്നാൻ 4:6 എന്താ എഴുതിയിരിക്കുന്നത്? അവർ ലൗകികന്മാരായാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. വേടന്റെ പാട്ടിനെ കുറിച്ച് നമ്മുടെ ഒരു ഉപദേശി പറയുക, ഇന്റർനാഷണൽ ഉപദേശി. പിന്നെ ഇങ്ങോട്ടൊരു സിനിമ ഇറക്കിയ സിനിമയെക്കുറിച്ച് അഭിപ്രായം ഒരു പാട്ട് പറയുക. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരി, പത്രത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വാദവരാതെ നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യം, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ പിന്നെ ഇവരെക്കുറിച്ച് എന്തിനാ പറയുന്നത്? ഇവിടെ പ്രസംഗ പീഠത്തിൽ ഞെളിഞ്ഞു നിന്നുകൊണ്ട് അതങ്ങ് പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളാരും അത് കാണാൻ പോകരുതെന്ന്. വെറുക്കൂത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പെന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ടല്ലോ. വെറുക്കൂത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് റോമാലേഖനം 13-ാം അധ്യായത്തിൽ, ജാതികളുടെ നടപ്പെന്ന് 1 പത്രോസ് 4-ാം അധ്യായത്തിൽ,
ജഡത്തിൻ്റെ പ്രവൃത്തിയെന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ കിടപ്പുണ്ടല്ലോ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്നുണ്ടല്ലോ. അത് പ്രസംഗിക്കാതെ ഹല്ലേലൂയ ലോകത്തിലെ കാര്യങ്ങൾ പറയുക. പൗലോസ് കാണിച്ചതും ചെയ്തു തന്നതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു ഉറുമാല കൊണ്ട് പ്രാർത്ഥിച്ച് രോഗിയുടെ മേക്കൊണ്ട് സൗഖ്യം പ്രാപിക്കട്ടെ, അതിന് ചെയ്ത് കാണിക്കുക. പരപര മേശ എന്ന് പറഞ്ഞ ഡാൻസ് കളിച്ച് കോമാളിത്തരം കാണിക്കുക. എനിക്കൊരു സങ്കടമുള്ളത് ഇവരുടെയൊക്കെ പ്രസംഗം കേട്ട് ഞാൻ ഭയന്ന് വിറച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ്. എൻ്റെ രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ താറാവിൻ്റെ പുറകെ നടന്ന KP യോഹന്നാൻ സാറിൻ്റെ പ്രസംഗം കേട്ടും ഈ പറഞ്ഞവരുടെയൊക്കെ പ്രസംഗം കേട്ട് ഞാൻ ഭയന്ന് വിറച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ എറണാകുളത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. വിറച്ചു പോയിട്ടുണ്ട് ആ പാസ്റ്റർ. ഞാൻ അവസാനം ഒരു ദ്രവ്യാഗ്രഹിയായിട്ട് അയാൾ മരിച്ചു പോവുക ചെയ്തു. പക്കാ ദ്രവ്യാഗ്രഹി. സുവിശേഷം പ്രസംഗിച്ച് സ്കൂൾ വരെ ഉണ്ടാക്കി അദ്ദേഹം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കി കാശ് കൊയ്തെടുത്തുകൊണ്ടിരിക്കുക ഇപ്പോഴും. എന്താ ഇത്? സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കി മാള് നടത്തുക. എന്താ ഇത്? സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിടുക. എന്താ ഇത്? ഇതൊക്കെ പൗലോസ് ചെയ്തോ? പത്രോസ് ചെയ്തോ? യോഹന്നാൻ ചെയ്തോ? യാക്കോബ് ചെയ്തോ? യൂദ ചെയ്തോ? അവർക്ക് തിന്നാനും കുടിക്കാനും ഇല്ല. ഒരു ദേശത്ത് വചനം പറയുമ്പോൾ അടിച്ചോടിച്ച് വേറെ ദേശത്ത് പോവുക. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അവർക്കുണ്ടായിരുന്നു. എവർക്കോ? മറ്റവൻ്റെ നടത്തിപ്പല്ലേ ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവജനം തിരിച്ചറിയുക, ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാണ്? ഉപജീവന മാർഗത്തിന് വേണ്ടി പുസ്തകമെടുത്തിരിക്കുന്നവർ. ഏത് കോമാളിത്തരം കാണിച്ചിട്ടും അതാണ് സത്യമെന്നും ശരിയെന്നും വിശ്വസിച്ചിരിക്കുന്നവർ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഏത് കോമാളിത്തരം കാണിച്ചിട്ടും അത് മാന്യതയാണെന്ന് വിശ്വസിക്കുന്നവർ ദി എനിമി ഓഫ് ക്രൈസ്റ്റ്, ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടി പുസ്തകമെടുത്ത് ഭൗതികത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. പ്രസംഗിച്ച് കാശുണ്ടാക്കി കോടികളുണ്ടാക്കി മക്കളും മക്കളുടെ മക്കളുടെയും ഭാര്യയുടെയും പേരിൽ വസ്തുവും അതും ഇതൊക്കെ എഴുതി കൂട്ടി എടുക്കുന്നവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ളത് ചിന്തിച്ച് നടക്കുന്നവർ, ലോകത്തിലെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നവർ. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കണം. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവ് എന്നുള്ളതായിരിക്കണം പ്രധാന കൺസെപ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ. കർത്താവ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു രൂപാന്തര ശരീരം, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഈ ശരീരത്തിൽ നിന്ന് ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച് ദൂതതുല്യരായി സ്വർഗീയ ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ജീവിക്കുമെന്നുള്ള വലിയ പ്രത്യാശ. രൂപാന്തര ശരീരം എനിക്ക് കിട്ടും. 1. 2, 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുമെന്നുള്ള വലിയ പ്രത്യാശ. ഓ ഹല്ലേലൂയ. 3, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എനിക്കൊരവകാശം ലഭിക്കുമെന്നുള്ളൊരു പ്രത്യാശ. ഈ 3 പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവവചനം പ്രസംഗിച്ച് വിശ്വാസികളെ വചനത്തിലൂടെ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ അത് സുവിശേഷ വേലയല്ല, വേറെ ഏതോ വേലയാണ്. വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവാ നീ. ജാലസുവിശേഷകരും വ്യാജ സുവിശേഷകന്മാരെയും അവസാനം ന്യായം വിധിക്കുന്നൊരു ദിവസം വരുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ടുപിരിഞ്ഞ യേശു പോയതുപോലെ തിരികെ വരും. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അത് മഹോദര കാലത്തിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ വരവ് ഉണ്ടാകും. അങ്ങനെ പഠിപ്പിക്കുന്നവർ അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. നമുക്കതിന് നേരമില്ല. നമുക്കതിന് മുമ്പ് കർത്താവിൻ്റെ വരവിൽ പോകണം. പത്യവചനം പ്രസംഗിക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കണം. അത് നിർബന്ധം തന്നെ. ആയിരക്കണക്കിന് ഉപദേശം വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇതൊന്നും ദൈവസഭയുടെ ഉപദേശമല്ല. ദൈവസഭ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദൈവസഭയുടെ ഉദ്ഘാടനം, ദൈവസഭയുടെ ആരംഭം പ്രവൃത്തി 2 അവിടെ പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ടു. 3000 പേര് ആദ്യത്തെ ഗ്രൂപ്പായി മാറി. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നമ്മൾ അവരുടെ ഫോളോവേഴ്സ് ആയിരിക്കണം. നമ്മൾ അവരുടെ ഫോളോവേഴ്സ് ആയിരിക്കണം. ആ നിലയിലുള്ള സഭകൾ ഭൂമിയിൽ ഉണ്ടാകണം. ഇന്നുണ്ടാകുന്ന പേരുള്ള സഭകളൊക്കെ കർത്താവിൻ്റെ വരവിൽ ഇവിടെ തൊഴിഞ്ഞു പോകാനാണ് സാധ്യത. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരത്തിന് ജയിക്കുകയില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്ന സഭയെ
കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാ കർത്താവിൻ്റെ സഭ. അവരെ ചേർക്കാൻ കർത്താവ് വരുന്നു. എൻ്റെ മാന്യ ശ്രോതാക്കളെ, ഞാൻ ആരെയും വേദനിപ്പിക്കാനും ആരെയും ബുദ്ധിമുട്ടിക്കാനും ആരെയും സങ്കടപ്പെടുത്താനും അല്ല ഇത് പറഞ്ഞത്. ഈ പഥ്യവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടാൽ പിന്നെ നമ്മൾ നരകത്തിലായിരിക്കും നമ്മളെ കാണുന്നത്. അത് എനിക്കും നിങ്ങൾക്ക് ആർക്കും പറയും. പൗലോസ് പറയുന്നു, ഈ ചങ്ങലോടിക്കാൻ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആയിത്തീരണം. ഓ ഹല്ലേലൂയ! എൻ്റെ ഹൃദയത്തിലെ വാഞ്ച നമ്മളെല്ലാവരും കർത്താവിൻ്റെ വരവിൽ കാണപ്പെടും. അതിനായിട്ട് ഈ ചെറിയ പ്രബോധനം നിങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ, ഇടയായി തീരട്ടെ. ദുരുപദേശങ്ങളെ വിട്ടൊഴിയുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ചേരാത്തതൊന്നും നിങ്ങൾ എടുക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ വചനം പറഞ്ഞാൽ ശപിക്കപ്പെട്ടവരാണ്. ശപിക്കപ്പെട്ടവരുടെ ഉപദേശം നമ്മൾ എടുക്കരുത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വരച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ സർവശക്തനായ കർത്താവ് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.